പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ.എൻ. ആനന്ദകുമാർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ തന്നെ തള്ളിയതിനു പിന്നാലെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ക്രൈംബ്രാഞ്ച് സംഘം. വിശദാംശങ്ങളുമായി നിർബൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. നിർബൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. അപ്പോൾ വളരെ ഊർജ്ജത്തോടു കൂടിയാണ് വെരി ഗുഡ് മോർണിംഗ് ഒക്കെ നിർബൻ പറയുന്നത്. അപ്പോൾ എന്താണ് വാർത്ത? ഈ കെ.എൻ. ആനന്ദകുമാറിൻ്റെ തട്ടിപ്പിൻ്റെ പിറകിലെ തലയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് കെ.എൻ. ആനന്ദകുമാർ. ഇനി തെളിവെടുപ്പ്, ചോദ്യം ചെയ്യലൊക്കെ. തീർച്ചയായും കേരളത്തിൽ ഏകദേശം 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു. ഏകദേശം 6000 പരാതികൾ, പാതി വിലയ്ക്ക് വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, ഒപ്പം തന്നെ ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ നൽകാം എന്ന തരത്തിലായിരുന്നു വലിയ തരത്തിൽ തട്ടിപ്പ് നടന്നത്. നിരവധി ഈ ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുള്ള വ്യാപകമായ തട്ടിപ്പാണ് നടന്നത്. അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അനന്തകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിലെ പ്രധാനപ്പെട്ട കേസിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന അനന്തകൃഷ്ണനായിരുന്നു എന്ന വാർത്തകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. രണ്ടാമതാണ് ആനന്ദകുമാറിന് കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പങ്കാളി, ഇതിൻ്റെ ആസൂത്രകൻ ആനന്ദകുമാറാണ് എന്ന വിവരങ്ങൾ മറ്റ് ചില പരാതിയുടെ അടിസ്ഥാനത്തിൽ വരുന്നത്. വിവിധ കേസുകൾ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാനമായ കേസുകൾ ഒന്നിച്ചും അല്ലാതെ വെവ്വേറെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ പ്രത്യേകിച്ചുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ആനന്ദകുമാറിനെ ഈ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിട്ടുള്ള സായിഗ്രാമത്തിൻ്റെ ട്രസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. ഇതിനുശേഷമാണ് അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ECGക്ക് വിധേയമായി. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ടായിരുന്നു, അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി. തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയത്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് സംരക്ഷണത്തിലാണ് അവിടെ കഴിയുന്നത്. പോലീസിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം കൂടുതൽ മൊഴിയെടുപ്പിലേക്കും മറ്റു നടപടിയിലേക്ക് പോകും. ഇപ്പോൾ കോതമംഗലത്ത് സീഡ് സൊസൈറ്റി അതിൻ്റെ സെക്രട്ടറി നൽകിയ കേസിലുള്ള അറസ്റ്റിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ പറഞ്ഞ രാഷ്ട്രീയ ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ BJPയുടെ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, സമാനമായി കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളുടെയും പല ബന്ധപ്പെട്ട ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പല വിധത്തിൽ വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി ആനന്ദകുമാറിൻ്റെ മൊഴി ഏറെ നിർണായകമാണ്. ഈ കേസിൽ ഇനി നടത്തുന്ന ചോദ്യം ചെയ്യലും അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് ഇതിൽ പങ്കാളിയായിട്ടുള്ളത്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സഹായമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A.N. രാധാകൃഷ്ണൻ നിലവിൽ ഇപ്പോൾ ആരോപണ വിധേയനാണ്. അതുകൊണ്ട് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി A.N. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പങ്കാളിയാണ്. ഒപ്പം തന്നെ ലീഗിൻ്റെ നജീബ് കാന്തപുരം അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കാളിയാകുന്നു. ഇത്തരം രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നത് അനന്തകുമാറിനൊപ്പമാണ്. അനന്തകുമാറിന് പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ഈ അനന്തകൃഷ്ണന് റെഡിയാക്കി നൽകുന്നത് ഒപ്പം തന്നെ ആനന്ദകുമാറാണ് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പ്രചരിച്ചതാണ്. അതുകൊണ്ട് BJP ദേശീയ നേതാക്കളോടക്കം ആനന്ദകുമാറിന് അദ്ദേഹത്തിൻ്റെ സായ് ട്രസ്റ്റിൻ്റെ ഭാരവാഹി എന്ന തരത്തിലുള്ള ബന്ധമുണ്ട്. അതുകൂടി ഇത്തരം കാര്യങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരിട്ട് അനന്തകൃഷ്ണൻ തന്നെ നൽകിയിട്ടുള്ള ചെക്കിൽ 1,69 ലക്ഷം രൂപ ചെക്കിൽ ബാങ്ക് ഇടപാടിലൂടെ ആനന്ദകുമാറിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പലതരത്തിൽ നേരിട്ടും പല തരത്തിൽ പണം പല ഘട്ടങ്ങളിലായി കൈമാറിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കേസിൻ്റെ മുഖ്യ ആസൂത്രകനും സൂത്രധാരനും ഒക്കെ തന്നെ ആനന്ദകുമാറാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ വിനിഷ, ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ആനന്ദകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് തനിക്ക് ഈ കേസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, താൻ അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടിരുന്നു, അങ്ങനെ NGOസുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു, അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ലഭിച്ചുകൊട്ടെ എന്നൊരു സമീപനമാണ് തനിക്കുണ്ടായിരുന്നത്. മറ്റൊരു ബന്ധവും തനിക്കില്ലാതെ
എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആനന്ദകുമാർ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രണ്ടാമതാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഈ പറഞ്ഞ യോഗത്തിൽ ഈ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അവിടെ അനന്തകൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഈ സമീപിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പണത്തിൻ്റെ പൂർണ്ണമായ ഗ്യാരണ്ടി താനാണ് എന്ന് ആനന്ദകുമാർ ആ യോഗത്തിൽ സംസാരിച്ചു എന്ന മൊഴികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലെ അറസ്റ്റും തുടർ നടപടികളും ഇനി നിർണായകമാണ്. പുറത്തു കേൾക്കുന്ന രാഷ്ട്രീയ ബന്ധങ്ങൾ സംബന്ധിച്ച് കൂടുതൽ മൊഴി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്കും കൂടുതൽ അറസ്റ്റിലേക്കും പോകാനുള്ള സാധ്യതയുമുണ്ട്. വിനിഷ. യെസ്, നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും.